सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांतिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। ओम समस्त जन कल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्म विद्वरं। मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम्। गीता ध्यान श्लोकम। ओम पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणीम्। नमोऽस्तु ते व्यास विशाल बुद्धे भुल्लारविन्दाय तपत्र नेत्र येन त्वया भारत तैलपूर्णः प्रज्वालितो ज्ञानमय प्रदीपः प्रपन्न पारिजाताय स्तोत्रवेत्रैकपाणये ज्ञानमुद्राय कृष्णाय गीतामृतदुहे नमः। सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्सः सुधीर्भोक्ता दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं। भीष्मद्रोणतटा जयद्रथजल गान्धारनीलोपला शल्यग्राहवती कृपेण वहनी कर्णेन वेलाकुला अश्वत्थाम विकर्ण घोरमकरा दुर्योधनावर्तिनी सोत्तीर्णा खलु पाण्डवैरणनदी कैवर्तकः केशवः पाराशर्यवचः सरोजममलं गीतार्थगन्धोत्कटम् नानाख्यानककेसरं हरिकथा सम्बोधनाबोधितं लोके सज्जन षट्पदैरहरः पेबीयमानं मुदा भूयात् भारत पंकजं कलिमलः प्रध्वंसि न श्रेयसे। मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्र रुद्रमरुतः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः। देवाय तस्मै नमः देवाय तस्मै नमः देवाय तस्मै नमः। ഹരി ഓം. ഏവർക്കും നമസ്കാരം. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ മാത്രമല്ല, അതിനേക്കാൾ ഉപരി നല്ല ഗംഭീരമായിട്ടുള്ള ഇടിയും ഉണ്ട്. ഓക്കെ, അപ്പൊ എങ്ങാനും കറണ്ട് പോയാൽ, ഇവിടെ ഇൻവേർട്ടറൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, എന്നെ പെട്ടെന്ന് കാണാതായ ആരും പേടിക്കണ്ട, കറണ്ട് മാത്രം പോയതാണ് എന്ന് ഓർക്കുക. ഓക്കെ, ശരി. ഇപ്പോൾ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഭഗവത്ഗീതയിലെ ഒരു വിഷയം കണ്ടു. എന്താ വിഷയം? എന്താണ് ഭഗവത്ഗീത എന്ന് കണ്ടു.
അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ വേദവ്യാസജി ആരാണെന്നെല്ലാം നമ്മൾ കണ്ടുവെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് ഭഗവത്ഗീത? അപ്പൊ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ഭഗവത്ഗീത എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ആലങ്കാരിക ഭാഷയിൽ നിന്നെല്ലാം മാറി, അത് ഈ ആലങ്കാരിക ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ആർക്കും മനസ്സിലാകത്തില്ല ഉത്തരം. പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുന്ന കണക്കൊക്കെ നമുക്കും തോന്നും, എന്തോ മനസ്സിലായത് കണക്ക് ബാക്കിയുള്ളവർക്കും തോന്നുന്ന കണക്ക് ചില കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ തൊടാതെ നമ്മൾ പറയത്തില്ലേ. അങ്ങനല്ലാതെ പിന്നെന്താണ് ഭഗവത്ഗീത എന്താണെന്ന് ടക് 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 എന്ന് നമ്മൾ പോയിന്റ് നമ്മൾ പഠിച്ചു. എന്താണ് ഭഗവത്ഗീത? അർജുനന് ശ്രീകൃഷ്ണ ഉപദേശ കൃതിയാണ്, ഭഗവാന്റെ ഗാനാണ്, ഭഗവാന്റെ ഉപദേശമാണ്, പാർത്ഥൻ ഉപദേശിച്ചതാണ്. പാർത്ഥനെ തന്നെ 2-3 രീതിയിൽ കാണാം. ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ എസൻസ് ആണ്. ഭഗവത്ഗീത വേദവ്യാസജിയാൽ എഴുതപ്പെട്ടതാണ്, ഒരു സ്വതന്ത്ര കൃതി അല്ല ഭഗവത്ഗീത. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാര്യം അതുകൊണ്ടാണ് ഭഗവത്ഗീത യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാഭാരതം കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ ഒരു സംശയം വരില്ല എന്തുകൊണ്ട് ഭഗവത്ഗീത ഉപദേശിച്ചു എന്ന്. അവിടെ അടിയടാന്ന് തന്നെ, അല്ലെങ്കിൽ എന്നാണ് യുദ്ധം ചെയ്യടാന്ന് തന്നെയാണ് ഭഗവാന്റെ നിർദ്ദേശം. കാര്യം ധർമ്മം അതാണെന്നത് കൊണ്ടും അർജുൻ അതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ടും ആ കഥാസന്ദർഭം അല്ലെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ യുദ്ധത്തിനെയാണ് സാധൂകരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഭഗവത്ഗീത യുദ്ധം ചെയ്യണം എന്ന് തന്നെ പറയുന്ന കൃതിയാണ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് കോംപ്രമൈസ് ഒന്നും ഇല്ല. മനസ്സിലായില്ലേ? ചില സമയത്ത് നമ്മൾ ഈ അവിടെ ഇവിടെയൊക്കെ തൊടാതെ ഒന്ന് സൂചിപ്പിച്ച് പറയും അങ്ങനല്ല, നമ്മുടെ ഉള്ളിൽ നടന്ന ധർമ്മത്തിനെ, അതൊക്കെ ശരി തന്നെ. പക്ഷെ അവിടെ വ്യക്തമായിട്ട് ഭഗവാൻ യുദ്ധം ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ ഒരു കാരണവശാലും മൗഢ്യം ബാധിക്കരുത്. ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും ആ മൗഢ്യം ബാധിക്കരുത് എന്നുള്ള സൂചന ഭഗവത്ഗീത വ്യക്തമായിട്ട് തരുന്നുണ്ട്. ഇടി കൊടുക്കേണ്ടിടത്ത് ഇടി തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതാണ് താല്പര്യം. പോട്ടെ, അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അദ്വൈതമാകുന്ന അമൃതിനെ വർഷിക്കുന്നവളാണ്, 18 അധ്യായങ്ങളുള്ളവളാണ്, 700 അല്ലെങ്കിൽ 701 ശ്ലോകങ്ങളുള്ളവളാണ്. ഇതൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, വേദവ്യാസിയെ പറ്റിയൊക്കെ നമ്മൾ വിശദീകരിച്ച് കണ്ടു. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഭഗവത്ഗീതയെ പറ്റി നിങ്ങൾ ആരെങ്കിലും ഒരു ടോക്ക് കൊടുക്കുകയാണ്, ഇതിനകത്ത് പല വർക്കിംഗ് പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഈ ഒരു ബ്രഹ്മചാരി ഇങ്ങനെ ഇരുന്ന് താടിയൊക്കെ വളർത്തി ഇങ്ങനെയൊക്കെ ചന്ദനമൊക്കെ കൊട്ടി തുടങ്ങുന്ന സമയത്ത് ആ ഭഗവത്ഗീത പ്രഭാഷണം, സത്സംഗം എന്നെല്ലാം പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭഗവത്ഗീത ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രഭാഷണമൊക്കെ കൊടുക്കണം, അത് അങ്ങനത്തെ ഒരു സെക്ടർ, ഒരു കോർപ്പറേറ്റ് സെക്ടറിലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടൊക്കെയാണ് ഒരു ക്ലാസ് കൊടുക്കുന്നതെങ്കിൽ ഗംഭീരമായിട്ടൊരു ഹെഡിങ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ നമ്മൾ കണ്ടതാണ് മെനി പ്രോബ്ലംസ് വൺ സൊല്യൂഷൻ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭഗവത്ഗീത വേണമെങ്കിൽ അവതരിപ്പിക്കാന്നെല്ലാം നമ്മൾ കണ്ടു. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. എല്ലാ പ്രാവശ്യവും ഇത് കണക്കത്തെ ഒരു റീക്യാപ്പും കാണും, അതേപോലെ തന്നെ ഒരു സമ്മിങ് അപ്പും കാണും. ഓക്കെ, എല്ലാ പ്രാവശ്യവും കാണും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വിഷയം എന്തിനാണ് ഭഗവത്ഗീത എന്നാണ്. ഓക്കെ, എന്തായിരുന്നു ഭഗവത്ഗീത എന്ന് കണ്ടു. ഇന്ന് നമ്മൾ ഇനിയുള്ള ഒരു 1/4 മണിക്കൂറിൽ കാണാൻ പോകുന്നത് എന്തിനാണ് ഭഗവത്ഗീത. എന്തിനാ ഭഗവത്ഗീത? അത് സ്വാമി, നമ്മളൊക്കെ ഹിന്ദുക്കളല്ലേ, ഹിന്ദുക്കൾ കുറഞ്ഞത് ഭഗവത്ഗീതയെങ്കിലും പഠിക്കണ്ടേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വരും. അതൊക്കെ സമ്മതിച്ചു നമ്മള്, അതൊക്കെ 100% നമ്മൾ ചോദിച്ചു. പക്ഷെ അങ്ങനല്ലാതെ ഞാൻ ഭഗവത്ഗീത പഠിച്ചത് കൊണ്ട് എനിക്കെന്താ ഗുണം? എനിക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതൊരു ചോദ്യമാണ്. അപ്പൊ ഗുരുദേവനോട്, സ്വാമി ചിന്മയാനന്ദജിയോട് ആരോ ചോദിച്ചു, സ്വാമിജി എന്തിനാണ് ഈ ഭഗവത്ഗീത ജ്ഞാനയജ്ഞങ്ങള് സ്ഥിരമായിട്ട് എടുക്കുന്നത്? വേറെ ഇഷ്ടം പോലെ കൃതികളുണ്ടല്ലോ, അതെടുക്കാതെ ഭഗവത്ഗീത എടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ സ്വാമിജി പറഞ്ഞു, ഭഗവത്ഗീത പഠിച്ചപ്പോൾ അത് എനിക്ക് ബെനിഫിറ്റ് ചെയ്തു. അങ്ങപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതും ആൾക്കാർക്ക് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യം ഇതാണ് എന്ന് മനസ്സിലായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഭഗവത്ഗീത പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന് ഗുരുദേവൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു. കാര്യം എന്താ, ഗുരുദേവൻ അതുകൊണ്ട് ഉപകാരപ്പെട്ടു. അതുകൊണ്ട് എന്താ, ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും എന്തിനാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ധാരണ നമുക്ക് വേണം. അതില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ് ആ ഒരു ട്രെൻഡിന്റെ ഒപ്പം പോകുന്ന ഒരു പരിപാടിയുണ്ട് നമുക്ക്. നാട്ടുകാരൊക്കെ ഇത് ചെയ്യുന്നു, അതുകൊണ്ട് എന്താ നമ്മളും അതങ്ങ് ചെയ്യും. അങ്ങനെയല്ല, നമുക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യം വേണം എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഏത് കാര്യം ചെയ്യുന്നതായിക്കോട്ടെ. ഓക്കെ, അപ്പം ആചാര്യന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിനാഫലം ഉദ്ദിശ്യ മന്ദോപിന പ്രവർത്തതയെന്ന. അതായത് എന്തെങ്കിലും ഒരു ഫലം കിട്ടാതെ, എന്തെങ്കിലും ഒരു ഗുണം ഇല്ല ഗുണം കിട്ടാതെ
ഗുണമുണ്ടെന്ന് അറിയാതെ എന്താണ് മന്ദന്മാര് പോലും ഒന്നും ചെയ്യില്ല എന്നാ. നമ്മൾ മന്ദന്മാരാണോ? അല്ലെന്നാണ് വെപ്പ് ആണല്ലോ. ഓക്കെ. അപ്പം നമ്മൾ വ്യക്തമായിട്ട് അറിയണം, ഒരു ഭഗവത്ഗീത വിദ്യാർത്ഥി അറിയേണ്ട കാര്യമാണ് എന്തിനാണ് ഞാൻ ഭഗവത്ഗീത പഠിക്കുന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് വേണം എന്താണ് നമ്മൾ ഭഗവത്ഗീത പഠിച്ചു തുടങ്ങാൻ. അപ്പം എന്തിനാണ് ഭഗവത്ഗീത പഠിക്കുന്നത്? നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വന്നാൽ കൂടെ. എന്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങള്? ഈ പറഞ്ഞ കണക്ക് ഹിന്ദു ആയതുകൊണ്ട് അതൊക്കെ ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഭഗവത്ഗീത, ലോകത്തിൽ എല്ലാവർക്കും പഠിക്കാം. അപ്പം ഈ ലോകത്ത് എല്ലാവർക്കും പഠിക്കാം, യൂണിവേഴ്സൽ ഗ്രന്ഥമാണ് എന്നെല്ലാം പറയുന്ന ഭഗവത്ഗീത എന്തിനാ ഞാൻ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സത്യത്തില് നമുക്ക് ക്ലാരിറ്റി വേണ്ട കാര്യം ഞാൻ എന്തിന് ജീവിക്കുന്നു എന്നാണ്. ഇതിൽ എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടായാൽ സത്യത്തിൽ ഭഗവത്ഗീത എന്തിനാണ് പഠിക്കുന്നത് എന്ന് മനസ്സിലാവുകയും അതിനെ രണ്ടിനെയും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആചാര്യന്മാരല്ലേ നമ്മൾ ഇന്നത്തെ മാനേജ്മെന്റ് ഗുരുസ് എന്നെല്ലാം പറയുന്ന ആൾക്കാരൊക്കെ ചില സമയത്ത് പറയുന്ന 2 ടേമുകളുണ്ട്. ഓക്കെ. ഒന്ന് ഗോൾ ഓഫ് ലൈഫും വേറൊന്ന് ഗോൾസ് ഇൻ ലൈഫും. ഇങ്ങനെ ഒരു പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ഗോൾ ഓഫ് ലൈഫും ഗോൾസ് ഇൻ ലൈഫും? ഇതിനെയാണ് സാധാരണ ഗോൾ സെറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ക്ലാസ് ഒക്കെ എടുക്കാൻ പറയുന്ന സമയത്ത് നമ്മളൊക്കെ പറയാം. ഇത് നമ്മുടെ ആചാര്യന്മാര് പണ്ടേ ഈ സാധനം എന്താണ് കണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ ആചാര്യന്മാര് പണ്ട് അവർ ഇംഗ്ലീഷിൽ പറഞ്ഞില്ല, സംസ്കൃതത്തിലൊക്കെയാണ് പറഞ്ഞതെന്നേ ഉള്ളൂ. അപ്പം ഈ ഗോൾ ഓഫ് ലൈഫും ഗോൾസ് ഇൻ ലൈഫിലും നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ. എന്താണ് ഗോൾ ഓഫ് ലൈഫ്? എല്ലാവർക്കും ചിലപ്പോൾ ഒന്ന് തന്നെ ആയിരിക്കും. കാര്യം നമ്മൾ ആലോചിച്ച് തുടങ്ങുകയാണ് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇപ്പൊ എനിക്ക് ഒരാളെ കൂട്ടുള്ളേ, ഒരാളുടെ മാത്രമേ എനിക്ക് ചോദിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം ഇന്ന് മഴയായ കാരണം കുറച്ച് ആൾക്കാർ വന്നിട്ടില്ല. ഓക്കെ. അപ്പൊ ഒരാളുടെ ചോദിച്ചാൽ പുള്ളി എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇരിക്കും. പേടിക്കണ്ട, നിങ്ങളുടെ ഞാൻ എന്തൊക്കെയാലും ചോദിക്കാനും പോകുന്നില്ല, ഞാൻ തന്നെ ചോദിച്ചിട്ട് ഞാൻ തന്നെ ഉത്തരം പറയും. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ചില ആൾക്കാർ പറയും ജനിച്ചു പോയില്ലേ സ്വാമി അതുകൊണ്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയും. അതല്ലെങ്കിലോ ചില ആൾക്കാർ പറയും നന്നായിട്ട് ജീവിക്കണം, സന്തോഷത്തോടുകൂടി ജീവിക്കണം, സുഖത്തോടുകൂടി ജീവിക്കണം എന്ന് പറയും. ചില ആൾക്കാർ പറയും, ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരോടാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നതെങ്കിൽ അവരെ ടീച്ചർമാരും വീട്ടുകാരൊക്കെ പഠിപ്പിച്ച് ഏറ്റവും അവസാനം പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയും. ജോലി തേടി നടക്കുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എന്താണ് ഒരു ജോലി കിട്ടട്ടെ സ്വാമി എന്ന്. ജോലി കിട്ടിയ ആൾക്കാരാണെങ്കിൽ അവർ പറയും ഇനി ഒന്ന് കല്യാണം കഴിക്കണം സ്വാമി, അതിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയും. ചില ആൾക്കാർ തമാശക്കെങ്കിലും പറയും ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഇങ്ങനെ പല 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 ഉത്തരങ്ങൾ കിട്ടിയാലും നമ്മൾ സീരിയസ് ആയിട്ട് നമ്മളൊന്ന് ആലോചിച്ചാൽ, സീരിയസ് ആയിട്ടല്ല ജെന്യുവിനായിട്ട് നമ്മളൊന്ന് ആലോചിച്ചാൽ, നമ്മൾ സത്യത്തിൽ ജീവിക്കുന്നത് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇരിക്കാനാണ്. ഇതിൻ്റെ അത് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഇങ്ങനാണെങ്കിൽ ഇല്ല, ഇങ്ങനാണെങ്കിൽ ഉണ്ട് എന്നാണ്. ഒരുപെട്ട ആൾക്കാരും ഇതിനെ എതിർക്കാൻ സാധ്യതയില്ല. കാര്യം എന്തിനാ ഞാൻ ജീവിക്കുന്നത്? എന്തിനാ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? സന്തോഷത്തോടുകൂടി അവസാന സമാധാനത്തോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. നമ്മുടെ ഗോൾ ഓഫ് ലൈഫ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർ എന്ത് പറയും? സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇരിക്കണം സ്വാമി എന്ന് പറയണം. ചില ആൾക്കാർക്ക് ഇത് തന്നെ ക്ലാരിറ്റി ഇല്ല. ഇവിടാണ് പ്രശ്നം. എന്തിനാ ജീവിക്കുന്നത്? നമ്മൾ പറയും മക്കളെ കല്യാണം കഴിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്താണ് എനിക്കൊന്ന് കല്യാണം കഴിക്കാൻ. ഇങ്ങനെ പല 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 കാര്യങ്ങളായിരിക്കും. വീട് വെക്കാൻ, കാർ ഓടിക്കാൻ, ഇതല്ലേ കാറ് മേടിക്കാൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഞാൻ എന്തിനാ ജീവിക്കുന്നത്? സന്തോഷത്തോടുകൂടി ഇരിക്കാനാണ് എന്നുള്ള കാര്യം പോലും മറന്നിട്ട് നമ്മൾ ഓരോരുത്തരും ഓട്ടത്തിലാണ്. എന്തിനാ ഓടുന്നതെന്നൊന്നും ചോദിക്കരുത്, നമ്മൾ ഓട്ടത്തിലാണ്. എന്നിട്ട് ഇവരതിനെ റാറ്റ് റേസ് എന്നെല്ലാം ഇട്ട് വിളിക്കും. ഇല്ലേ, കേട്ടിട്ടില്ലേ ഇതൊക്കെ? ഇതൊക്കെ സ്വാമി നിങ്ങൾക്കൊക്കെ പറയാം. എങ്ങനെ? ഇങ്ങനെ നിങ്ങൾക്ക് കൂടി എന്താ പരിപാടി? വൈകുന്നേരം ഒന്നൊരു ക്ലാസ് എടുത്താൽ മതി. ഈ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ഞങ്ങളുടെ കാര്യം എന്താണ്? ഇങ്ങനെ ഓടാതെ എവിടെ എത്തില്ല സ്വാമി എന്നെല്ലാണ്. ഓക്കെ, അതൊക്കെ ഞാൻ സമ്മതിച്ചാൽ കൂടെയും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് നമ്മൾ ജീവിക്കേണ്ടത്? എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ഇതിന് ഞാൻ ഒന്ന് സമയം കൊടുത്ത് ആലോചിക്കണം. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഈ ക്വസ്റ്റ്യൻ ഗൈഡില്ലേ, അങ്ങനെ ഒരു ഗൈഡിൽ കിട്ടുന്ന ഉത്തരം കണക്ക് സന്തോഷത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ട് പോകണ്ട. പക്ഷെ നമ്മൾ ആലോചിക്കണം, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? ഇതിൽ ക്ലാരിറ്റി ഉണ്ടായാൽ പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഗോൾ ഓഫ് ലൈഫിൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ടായാൽ എന്തൊക്കെ ആയിരിക്കണം എൻ്റെ ഗോൾസ് ഇൻ ലൈഫ് എന്നുള്ളതിൽ ക്ലാരിറ്റി ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം ഈ ഗോൾസ് ഇൻ ലൈഫ് ഞാൻ അച്ചീവ് ചെയ്യുന്നതിൽ കൂടെ ഞാൻ അവസാനം എവിടെ എത്തണം?
എൻ്റെ ഗോൾ ഓഫ് ലൈഫിൽ എത്തണം. ഇതാണ് പോയിന്റ്. ഇവിടെ നമ്മൾ ഭഗവത്ഗീതയിൽ എന്താ കാണുക എന്നറിയാവോ? നമ്മുടെ ഓരോരുത്തരുടെയും ഗോൾ ഓഫ് ലൈഫ് എന്താണ് എന്ന് കൃത്യമായിട്ട് ഭഗവത്ഗീത വെച്ച് തരും മുന്നിലോട്ട്. അതിൽ ക്ലാരിറ്റി ഉണ്ടാക്കി തരും. അതുമാത്രമല്ല, നമുക്ക് അതിലേക്ക് എത്താനുള്ള വഴിയും കാണിച്ചു തരും. എന്താ 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 എന്നോട് പറയൂ. അതായത് എന്താണ് നമ്മുടെ ഗോൾ ഓഫ് ലൈഫ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരും. അതേപോലെ തന്നെ ഗോൾ ഓഫ് ലൈഫിലേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതിനുള്ള വഴിയും നമുക്ക് കാണിച്ചു തരും. ഇതാണ് ഭഗവത്ഗീത നമ്മൾ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണ്ടേ, എങ്ങനെയാണ് നമുക്ക് എത്താം. ഓക്കെ, എന്തിനാ ഭഗവത്ഗീത പഠിക്കുക? സത്യത്തില് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് അറിയാനും ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ നമുക്ക് എത്താൻ പറ്റുമെന്നുള്ള വഴി മനസ്സിലാക്കാനാണ്. ഇത് ഇപ്പൊ ചില കരിയർ ഗൈഡൻസിന്റെ ആൾക്കാരൊക്കെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ക്ലാരിറ്റിയും കൂടെ കുളവാക്കിയിട്ട് അവര് കിരക്കിര എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിക്കും. ഇത് അങ്ങനല്ല ഭഗവത്ഗീത. ഭഗവത്ഗീത ഒരു കരിയർ ഗൈഡൻസ് സംഭവമല്ല. പിന്നെയോ വളരെ ജനറൽ ആയിട്ട്, അതേസമയം സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ ചെയ്യണം, ഇത് ആര് ചെയ്താലും, ആരുടെ കരിയറിലോ അല്ലെങ്കിൽ ആരുടെ ജീവിതത്തിൽ ചെയ്താലും, ഏത് കാലത്ത് ചെയ്താലും, ഏത് നാട്ടിലിരുന്ന് ചെയ്താലും കിട്ടുന്ന ഫലം ഒരേപോലെ ആയിട്ടാണ് ഭഗവത്ഗീത നമ്മുടെ മുമ്പിലായിട്ട് അവതരിപ്പിക്കുക. ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്താ ഞാൻ പറഞ്ഞത്? ചില ആൾക്കാരോട് അവർ ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണം സ്വാമി എന്ന് പറയുമ്പോൾ BCom കഴിഞ്ഞ ഒരാളുടെ ചിലപ്പോൾ നമ്മൾ പറയും എന്താണ്, MComന് പോകൂ അല്ലെങ്കിൽ CA പഠിക്കാൻ പോകൂ എന്നല്ല നമ്മൾ പറയും. അത് പക്ഷേ 10ാം ക്ലാസ് തോറ്റ ഒരാളുടെ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. എന്താ 10ാം ക്ലാസ് വരെ ഞാൻ എന്ത് ചെയ്യണം സ്വാമി, MComന് പോകൂ എന്ന് പറയുന്ന ഉപദേശം അവിടെ കറക്റ്റ് അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോരുത്തരുടെയും വ്യത്യാസം വരും ഉപദേശം. പക്ഷെ ഭഗവത്ഗീത അങ്ങനല്ല. ഗോൾ ഓഫ് ലൈഫിനെ പറ്റിയാണ് കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ഇതിനെ പിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ ഗോൾ ഓഫ് ലൈഫിനെ ആചാര്യന്മാര് പറഞ്ഞ രീതിയിലൊന്ന് കാണാൻ ശ്രമിക്കാൻ. കാര്യം ഭഗവത്ഗീതയാണല്ലോ വിഷയം. ആചാര്യന്മാര് ഈ ഗോൾ ഓഫ് ലൈഫിനെയാണ് നമ്മളെയൊക്കെ പണ്ടുതൊട്ടേ പറഞ്ഞ് പേടിപ്പിച്ചേക്കുന്ന ഒരു വാക്കില്ലേ, മോക്ഷം എന്ന്. ഓക്കെ, ഈ മോക്ഷത്തിനെയാണ് ആചാര്യന്മാര് ഗോൾ ഓഫ് ലൈഫ് എന്ന് പറയാം. ഒന്നുകൂടെ പറയൂ. അതാണ്. എന്താ മോക്ഷം? ആചാര്യന്മാരുടെ വാക്കുകളിൽ പറഞ്ഞാൽ മോക്ഷം ഈസ് ഈക്വൽ ടു, ഒരു ഇക്വേഷൻ ഒക്കെ ആക്കിയാൽ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, മോക്ഷം ഈസ് ഈക്വൽ ടു ആത്യന്തിക ദുഃഖ നിവൃത്തി, പരമാനന്ദ പ്രാപ്തി, നിത്യതൃപ്തി എന്നാണ് പറയാ. എന്താ 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 മോക്ഷം? മോക്ഷം എന്ന് പറഞ്ഞാൽ ആത്യന്തിക ദുഃഖ നിവൃത്തി, പരമാനന്ദ പ്രാപ്തി, പിന്നെ നിത്യതൃപ്തി. എന്താ സംഭവം? മോക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതായ അവസ്ഥ. എല്ലാ ദുഃഖങ്ങളും ഇല്ലാതായ അവസ്ഥ. ഒരു ദുഃഖം പോലും ഇല്ല. ഒരു ദുഃഖവും ഇല്ല സ്വാമി, പക്ഷെ പോരാ, അങ്ങനെ ആവില്ല. പിന്നെന്താണ്? എല്ലാ ദുഃഖങ്ങളും ഇല്ലാതായി, അതോടൊപ്പം തന്നെ പരമമായിട്ടുള്ള ആനന്ദപ്രാപ്തി. ദുഃഖമില്ലായ്ക മാത്രമല്ല, പിന്നെന്താണ്? ആനന്ദമുണ്ട്, പരമമായിട്ടുള്ള ആനന്ദം. സുഖത്തിലാണ് ഇരിക്കുന്നത്. സുഖമൊക്കെ ഉണ്ട് സ്വാമിജി, പക്ഷെ ഒരു തൃപ്തിയില്ല. അങ്ങനല്ല, നിത്യ തൃപ്തി, ഫുൾ കണ്ടന്റ്മെന്റിലാണ്. എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെയായി, അതോടൊപ്പം തന്നെ പരമമായിട്ടുള്ള ആ ഒരു ആനന്ദത്തിലെത്തി, അതോടൊപ്പം തന്നെ എന്താണ്, എല്ലാ ദുഃഖങ്ങളും എല്ലാ തൃപ്തിയോടുകൂടി ഇരിക്കുക. ഇതിനെയാണ് ആചാര്യന്മാര് മോക്ഷം എന്ന് പറയുക. ഇത് പ്ലസ് ഇട്ട് അല്ല. ആത്യന്തിക ദുഃഖ നിവൃത്തി പ്ലസ് പരമാനന്ദ പ്രാപ്തി പ്ലസ് നിത്യതൃപ്തി എന്നല്ല. പിന്നെയോ ആത്യന്തിക ദുഃഖ നിവൃത്തി ഈസ് ഈക്വൽ ടു പരമാനന്ദ പ്രാപ്തി ഈസ് ഈക്വൽ ടു നിത്യതൃപ്തി ഈസ് ഈക്വൽ ടു മോക്ഷം എന്നാ. മനസ്സിലായില്ലേ? എന്താ പറയുന്നേ? സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സന്തോഷത്തോടുകൂടി ഇരിക്കുക. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയത്തില്ല പിള്ളേർ? അങ്ങനെ പറയും, ചില്ലടിച്ചിരിക്കുക എന്ന് പറയും. പക്ഷേ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പൊ പിള്ളേർക്ക് ചില്ലടിച്ചിരിക്കണമെങ്കിൽ എന്ത് വേണം എന്ന് ചോദിച്ചാൽ അവർ ചില കാര്യങ്ങളുടെ പേരൊക്കെ പറയും. ഇതൊക്കെ ഉണ്ടെങ്കിൽ ചില്ലാകാൻ പറ്റൂ സ്വാമി എന്ന് പറയും. മറ്റേ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വേണം, അല്ലെങ്കിൽ അത് കണക്കത്തെ പാട്ട് വേണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഫേയിലോ അവിടെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ നമുക്ക് ചില്ലാകാം എന്നാണ്. പക്ഷെ മോക്ഷം അങ്ങനല്ല.
വേറൊന്നിൻ്റെയും ആവശ്യമില്ലാതെയും വേറൊന്നിൻ്റെയും സഹായമില്ലാതെയും എനിക്ക് സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറ്റും. എനിക്ക് തൃപ്തനായിട്ടിരിക്കാൻ പറ്റും. എനിക്ക് ദുഃഖമില്ലാതിരിക്കാൻ പറ്റും. എനിക്ക് വേറൊന്നിൻ്റെയും ആവശ്യമില്ലാതിരിക്കാൻ പറ്റും. അതായത് എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്? എൻ്റെ ഗോൾ ഓഫ് ലൈഫ് എന്താണ്? സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. അത് എങ്ങനെ എനിക്ക് സാധിക്കും? എനിക്ക് വേറൊന്നിൻ്റെയും ആവശ്യമില്ലാതെയും ഇരിക്കാൻ സാധിക്കും എന്ന് നമുക്ക് കാട്ടിത്തരും ഭഗവത്ഗീത. ഇത് നമുക്ക് കാട്ടിത്തരും. എങ്ങനെ കാട്ടിത്തരിക? ആ കാട്ടിത്തരുന്നത് നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ കാണും. അയ്യോ, സുധീർ ചേതന്നെ പറഞ്ഞൊക്കെ ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിക്കണ്ട. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല. പിന്നെന്താണ്? ആചാര്യന്മാര് കൃത്യമായിട്ട് ഈ പോയിന്റിനെ നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറയാം. അതായത് ഞാൻ ഭഗവത്ഗീത എന്താണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തല്ലോ. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പോയിന്റ് കൂടെ നമുക്ക് പറയാം. വേണമെങ്കിൽ ഭഗവത്ഗീത എന്താണ് എന്ന് പറയാം. എന്താണെന്നറിയാതെ ഭഗവത്ഗീത പ്രസ്ഥാനത്രയങ്ങളിൽ ഒന്നാണ് എന്നുള്ളതും കൂടെ പറയാം. അതെന്താ? ഞാനിപ്പോ പുതിയൊരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. ചില ആൾക്കാർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് ഇല്ല. പ്രസ്ഥാനത്രയം കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ കേട്ടിട്ടുണ്ട്, ചില ആൾക്കാർ കേട്ടിട്ടില്ല. ഓക്കെ. അതായത് നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ ആചാര്യന്മാര് പ്രസ്ഥാനത്രയങ്ങളെ പറ്റി പറയും. ഓക്കെ. എന്താ പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞാൽ? ത്രയം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മൂന്നുണ്ട്. അപ്പൊ എന്തോ 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാ 3 കാര്യങ്ങള്? ആചാര്യന്മാര് പറയും ഉപനിഷത്തുക്കള്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത. ഇങ്ങനെ 3 പ്രസ്ഥാനങ്ങളെ പറ്റി ആചാര്യന്മാർ പറയും. ഇതിലൊന്നാണ് ഭഗവത്ഗീത. അപ്പോൾ ഒരു ചോദ്യം വരും, എന്താ ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് പ്രസ്ഥീയതേ അനയാ ഇതി. ഇത് എന്താണോ നമ്മളെ അവിടെ എത്തിക്കുന്നത്, എവിടെ എത്തിക്കുന്നത്? അവിടെ നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കുന്നത്, അതാണ് പ്രസ്ഥാനം. എന്താണോ നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കുന്നത്, അതാണ് പ്രസ്ഥാനം. നമ്മൾ കണ്ടു എന്താ നമ്മുടെ ജീവിത ലക്ഷ്യം? നമ്മുടെ ജീവിത ലക്ഷ്യം മോക്ഷമാണ്, അനന്തമാണ്. ഈ ലക്ഷ്യത്തിലേക്ക് ഭഗവത്ഗീത നമ്മളെ എത്തിക്കുന്നത് കൊണ്ട് എന്താണ്? ഭഗവത്ഗീത പ്രസ്ഥാനത്രയങ്ങളിൽ ഒന്നാണ്. ഓക്കെ, ഇതാണ് പോയിന്റ്. എങ്ങനെ ഭഗവത്ഗീത പ്രസ്ഥാനത്രയത്തിൽ ഒന്നാണെന്ന് വെറുതെ പറയാൻ പറ്റുമോ? ഇല്ലില്ലില്ല. ആചാര്യന്മാര് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട് ഇതിനെ. നമ്മുടെ ആചാര്യന്മാര് ചില്ലറക്കാരല്ലായിരുന്നേ, അവര് ഭയങ്കരന്മാരായിരുന്നു. നമ്മൾ പറയത്തില്ല പൊളിയായിരുന്നു എന്നല്ല നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ആയിരുന്നു എന്നാ. കാര്യം ഏതെങ്കിലും ഒരു കൃതിയെ, അല്ലെങ്കിൽ ഇപ്പൊ ഇവനൊരു പ്രഭാഷണം എടുക്കട്ടെ, അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കട്ടെ, അതിന്റെ താല്പര്യം എന്താണ് എന്നറിയാൻ നമ്മുടെ ആചാര്യന്മാർക്ക് അവരുടേതായിട്ടുള്ള ഒരു മാർഗം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നെല്ലാം പറയുന്ന ഒരു റിസർച്ച് മെത്തഡോളജി എന്നെല്ലാം നമ്മൾ പറയത്തില്ലേ. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യം ഇവർക്ക് അറിയാമായിരുന്നു. അതെങ്ങനെ കൃത്യമായിട്ട് ചെയ്യണം എന്ന് ഇവർക്ക് അറിയാമായിരുന്നു. അപ്പൊ അതിനെ ആചാര്യന്മാർ പറയുക ഷഡ്വിധ ലിംഗ പ്രകരണം എന്നാണ്. അതായത് 6 പോയിന്റേഴ്സിനെ പറ്റി ഇവർ പറയും. 6 പോയിന്റേഴ്സ്. ഓക്കെ, എന്താ 6 പോയിന്റേഴ്സ്? ഈ 6 പോയിന്റേഴ്സ് എന്തിനെയാണോ ഒരേപോലെ ചൂണ്ടിക്കാണിക്കുന്നത്, അതായിരിക്കും ഇവർ അനലൈസ് ചെയ്യാൻ എടുത്തേക്കുന്ന കൃതിയുടെ താല്പര്യം. എന്താ ഒന്നുകൂടെ പറയൂ. സപ്പോസ് നമ്മൾ ഒരു കൃതിയെ എടുത്തിട്ട് ഈ കൃതിയുടെ കോർ പോയിന്റ് എന്താണ് നമുക്ക് അനലൈസ് ചെയ്യണം എന്ന് വെക്കുക. അതല്ല ഇപ്പൊ എൻ്റെ ഒരു പ്രഭാഷണം എടുത്തു, അല്ലെങ്കിൽ ഒരാൾ പ്രഭാഷണം നടത്തുന്ന സമയത്ത് അതിന്റെ കോർ എന്താണ് ആ പ്രഭാഷണത്തിന്റെ അതിന്റെ എസെൻസ് എന്താണ്, അതിൻ്റെ അകത്തുനിന്ന് എന്തിനെ പറ്റിയാണ് പറഞ്ഞത്, ആ പ്രഭാഷണത്തിന്റെ വിഷയം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നന്നായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു പ്രഭാഷണമാണെങ്കിൽ, ചില ആൾക്കാരുണ്ട് പശുവിനെ പറ്റി പറയാൻ പറഞ്ഞാൽ പശുവിനെ പിടിച്ച് തെങ്ങയെ കെട്ടിയിട്ട് തെങ്ങിനെ പറ്റി പറയുന്ന ആൾക്കാർ. അങ്ങനത്തെ പ്രഭാഷണത്തിനെ പറ്റി അല്ല ഇവിടെ പറയുക. പിന്നെന്താണ്? വൃത്തിയായിട്ടുള്ള ഒരു പ്രഭാഷണം, നന്നായിട്ട് സ്ട്രക്ചർ ചെയ്തൊരു പ്രഭാഷണം, അല്ലെങ്കിൽ നന്നായിട്ട് സ്ട്രക്ചർ ചെയ്തൊരു കൃതി, അതിന്റെ കോറ് മനസ്സിലാക്കാൻ നമ്മുടെ ആചാര്യന്മാര് ഒരു മെത്തഡോളജി മുന്നിലോട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഷഡ്വിധ ലിംഗ പ്രകരണം എന്നാണ് പറയുക. എന്തൊക്കെയാ ഷഡ്വിധ ലിംഗ പ്രകരണം? 6 കാര്യങ്ങൾ എന്തിനെയാണ് പോയിന്റ് ചെയ്യുന്നത് നോക്കും. എന്തൊക്കെയാ 6 കാര്യങ്ങൾ പറയും? ഉപക്രമ ഉപസംഹാരം, അഭ്യാസം, അപൂർവത, ഫലം, അർത്ഥവാദം, ഉപപത്തി.
ഈ 6 കാര്യങ്ങൾ ഒരു ശ്ലോകമായിട്ടാ. ഉപക്രമ ഉപസംഹാരോ അഭ്യാസോ അപൂർവതാ ഫലം അർത്ഥവാദ ഉപപത്തീച്ച ലിംഗം താൽപര്യ നിർണയം എന്നെല്ലാം പറയും. എന്താണ് ഈ ഉപക്രമം, ഉപസംഹാരം, അഭ്യാസം, അപൂർവത, ഫലം, അർത്ഥവാദം, ഈ 6 കാര്യങ്ങൾ, ഉപപത്തി, ഈ 6 കാര്യങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതായിരിക്കും ആ കൃതിയുടെ താല്പര്യം. നമ്മളിപ്പോൾ ഒരു എസ് എഴുതാണ്, ഇവിടെ ഇരിക്കുന്നവരൊക്കെ എസ് എല്ലാം എഴുതിയിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മളോട് ടീച്ചർമാർ ഇതേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് എഴുതാനും പറഞ്ഞിരിക്കും. എങ്ങനെ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഈ വിഷയത്തിനെ പറ്റി വേണം. റിസർവ് ബാങ്കിനെ പറ്റി എസ് എഴുതൂ എന്ന് പറഞ്ഞാൽ നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും എങ്ങനെയാണ് റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളെ പറ്റി പറയാം. അപ്പൊ എന്താ തുടങ്ങുന്നത് റിസർവ് ബാങ്ക് ഏറ്റവും മികച്ച എന്നെല്ലാം പറഞ്ഞ ഒരു സാധനം എഴുതും. ഇതൊക്കെ കൊണ്ടാണ് റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ നിർത്തുന്നത്. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക. ഇൻട്രൊഡക്ഷൻ വേണം, അതേപോലെ കൺക്ലൂഷൻ വേണം. ഉപക്രമ ഉപസംഹാരം എന്താണ് പറഞ്ഞിരിക്കുക. പിന്നെയോ ഉപക്രമ ഉപസംഹാരം, അഭ്യാസം. വീണ്ടും 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 ഭഗവത്ഗീതയില് എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നോക്കണം. അഭ്യാസം, അപൂർവത, യുണീക്കായിട്ട് എന്താണുള്ളത്, യുണീക്നെസ് ആയിട്ട് എന്താണുള്ളത് അത് നോക്കണം. ഭഗവത്ഗീതയിൽ എന്താണ് യുണീക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്, അപൂർവത. പിന്നെയോ ഫലം, ഭഗവത്ഗീതയുടെ പ്രയോജനമായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഭഗവത്ഗീത പഠിച്ചാൽ ഇത് കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഫലം. അർത്ഥവാദം, ഭഗവത്ഗീതയെ പുകഴ്ത്തിയിരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്. പിന്നെയോ ഉപപത്തീച്ച, ഉപപത്തി എന്ന് പറഞ്ഞാൽ അടിച്ചുറപ്പിച്ച് പറയുക. ഓക്കെ, അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്. ഈ 6 പോയിന്റ് ഞാൻ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നില്ല. അതിൻ്റെ അത് ഒരു കാര്യം ഞാൻ ഇന്ന് എടുക്കും. ബാക്കിയുള്ള പോയിന്റുകൾ ഇനി വരുന്ന ക്ലാസ്സിൽ എവിടെയെങ്കിലുമൊക്കെ വിഷയം വരുന്നതിനനുസരിച്ച് ഞാൻ എടുക്കും. ഓക്കെ, അപ്പം ഇതില് നമ്മൾ ഭഗവത്ഗീത തുടങ്ങുന്നതും ഒടുങ്ങുന്നതും എങ്ങനെയാണ് എന്ന് കാണും. ഓക്കെ, എങ്ങനെ തുടങ്ങുകയും ഒടുങ്ങുകയും ചെയ്യാം. നമ്മളെല്ലാവരും ഭഗവത്ഗീതയുടെ ഫസ്റ്റ് ശ്ലോകം ധർമ്മ ക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറയുന്ന ശ്ലോകമാണ് എന്ന് പറയും. അതെ, അതിലാണ് ധൃതരാഷ്ട്ര മഹാരാജാവ് സംസാരിക്കുന്ന ആ ശ്ലോകത്തോടു കൂടിയാണ് ഭഗവത്ഗീത തുടങ്ങുക. പക്ഷേ ഭഗവത്ഗീത ഭഗവാന്റെ ഉപദേശമാണ് എന്നാണല്ലോ നമ്മൾ ഇന്നലെ കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ഭഗവാന്റെ ഉപദേശമാണ് എന്നാ. അങ്ങനാണെങ്കിൽ ഭഗവാന്റെ ഉപദേശം എവിടുന്നാ തുടങ്ങുക ചോദിച്ചാൽ 2ാം അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം മുതലാണ്. അതിനു മുമ്പ് 2ാം അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും അർജുനൻ ശിഷ്യനായിട്ട് മാറിയിട്ടില്ല. 2ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകത്തിന് ശേഷമാണ് അർജുനൻ ശിഷ്യനായിട്ട് മാറുന്നതും. അതിനുശേഷം എന്ത് ചെയ്യും, ഭഗവാൻ ഉപദേശിച്ചു തുടങ്ങുന്നത് 2ാം അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകമാണ്. ആ ശ്ലോകം ഭഗവത്ഗീതയുടെ ബീജ ശ്ലോകമാണ് എന്നാണ് പറയുക. ബീജശ്ലോകം. ആ ശ്ലോകം ഏതാണ്? അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസു നഗതാസുശ്ച നാനുശോചന്തി പണ്ഡിതാഹ. ഭഗവാന്റെ ആദ്യത്തെ ഉപദേശം. നമ്മൾ അർജുന വിഷാദ യോഗമൊക്കെ കാണുന്ന സമയത്ത് അതൊക്കെ വിഷയങ്ങളാണ്. അത് കാണുന്ന സമയത്ത് അർജുനൻ എന്താണ് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നതെന്നെല്ലാം നമ്മൾ കാണും. പക്ഷെ ഇവിടെ ഇപ്പം ഭഗവത്ഗീത എന്താണ് പറയുന്നത് എന്ന് പറയാൻ ഭഗവത്ഗീത തുടങ്ങുന്നത് എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നത് ഈ ശ്ലോകത്തിലാണ് ഭഗവാന്റെ ഉപദേശം തുടങ്ങുക. എന്താ ശ്ലോകം? പറയാ, അർജുന നീ, അർജുനോടുള്ള ഫസ്റ്റ് ഉപദേശമാണ്. അർജുന നീ ദുഃഖിക്കാൻ അവകാശമില്ലാത്തവരെ ഓർത്ത് ദുഃഖിക്കുന്നു. എന്നിട്ടോ ബുദ്ധിമാനെ പോലെ എന്താണ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ മരിച്ചവരെ ഓർത്തോ ജീവിച്ചിരിക്കുന്നവരെ ഓർത്തോ ദുഃഖിക്കാറില്ല. ഇതാണ് ഉപദേശം. തുടങ്ങുന്നത് ഇതാണ്. അതേപോലെ നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്ന സമയത്ത്, ഭഗവത്ഗീത വായിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഉപദേശങ്ങളിൽ അവസാന ഉപദേശം പോലെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യഃ മോക്ഷയിഷ്യാമി മാ ശുച എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഭഗവാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ സഞ്ജയൻ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര എന്നെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ശ്ലോകമായിട്ട് പറഞ്ഞാലും ഭഗവാന്റെ ഉപദേശം സമ്മപ്പ് ചെയ്യുന്നത് എവിടാണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം. എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ട് നീ എന്നിൽ വന്ന് ചേരൂ. അങ്ങനെയാണെങ്കിലോ മാ ശുച, ദുഃഖിക്കരുത് എന്നാണ് ഭഗവാൻ പറഞ്ഞു നിർത്തുക. ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത് അർജുന ദുഃഖിക്കാൻ അവകാശമില്ലാത്തവരെ ഓർത്ത് നീ ദുഃഖിക്കുന്നു, എന്നിട്ട് ബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നു. സത്യത്തിൽ ബുദ്ധിമാന്മാർ ദുഃഖിക്കാറില്ല. ഇതാണ് ഉപദേശം. ഭഗവാൻ പറഞ്ഞു നിർത്തുന്നത് എന്താണ്? അർജുന
മാ ശുച, ദുഃഖിക്കരുത്. നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് ഭഗവത്ഗീതയുടെ സന്ദേശം എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു മടിയും കൂടാതെ നമുക്ക് പറയാം എന്താണ്? ദുഃഖിക്കരുത് എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം. നമ്മളൊക്കെ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദുഃഖമാണ്. കാര്യം അറിയോ, നമ്മുടെ ദുഃഖം ഈ കരച്ചിലിനെ മാത്രമല്ല കേട്ടോ ദുഃഖാണെന്ന് പറയാ. ചിലപ്പോൾ നമ്മുടെ പേടി ആയിക്കോട്ടെ, ചിലപ്പോൾ നമുക്ക് ഫ്രീഡം ഇല്ല എന്ന് വിചാരിക്കുന്നതായിക്കോട്ടെ, നമുക്ക് സമാധാനം ഇല്ല എന്ന് വിചാരിക്കുന്നതായിക്കോട്ടെ, പോരാ എന്നുള്ളൊരു ചിന്തയായിക്കോട്ടെ, വേറെ ആൾക്കാരോട് അസൂയ ആയിക്കോട്ടെ, ഇതൊക്കെ ദുഃഖാണ്. മനസ്സിലായില്ലേ? ഇവിടെ ഭഗവത്ഗീത നമ്മളോട് പറയുന്നത് ദുഃഖിക്കരുത് എന്നാണ്. 2 വാക്കിൽ നമ്മൾ പറയാറില്ലേ, ഇനി സുധീർ ചൈതന്യ 2 വാക്കിൽ ഭഗവത്ഗീതയെ പറ്റി സംസാരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇത് അങ്ങനല്ല. നമുക്ക് ഭഗവത്ഗീതയെ കൃത്യമായിട്ട് 2 വാക്കിൽ സമപ്പിക്കാം. എന്താണ്? മാ ശുച, ദുഃഖം അരുത് എന്ന് പറയാം. ഇനി എങ്ങനെ ദുഃഖിക്കരുത്, എന്തുകൊണ്ട് ദുഃഖിക്കരുത് എന്നുള്ളതെല്ലാം എന്താണ് ഭഗവത്ഗീതയിൽ വിശദമായിട്ട് കാണിച്ചു തരും. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് ദുഃഖിക്കരുത്, എങ്ങനെ ദുഃഖിക്കാതിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഭഗവത്ഗീതയിൽ കൂടെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരും. പക്ഷെ ഭഗവത്ഗീതയുടെ ഉപദേശമായിട്ട് ഭഗവത്ഗീത നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരുന്ന എന്താണ്? ദുഃഖിക്കരുത്. ഇവിടെ ദുഃഖിക്കരുത് മാശുച എന്നാണ് പറഞ്ഞതെങ്കിൽ വേറെ ചില കൃതികളിലൊക്കെ എന്താണ്, ഉപനിഷത്തുകളിൽ നീ ആനന്ദ സ്വരൂപിയാണ് എന്നാണ് പറഞ്ഞിരിക്കുക. ആനന്ദ സ്വരൂപി ദുഃഖിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പം ആചാര്യന്മാരെ ആ ലാംഗ്വേജിലുള്ള വ്യത്യാസമാണ് കൊണ്ടുവന്നിരിക്കുക. ഭഗവത്ഗീത എന്താ നമുക്ക് കാണിച്ചു തരിക? ഭഗവത്ഗീത നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ജീവിത ലക്ഷ്യം, ആ മോക്ഷത്തിനെ കാണിച്ചു തരും. അത് കാണിച്ചു തരുന്ന ഭഗവത്ഗീതയുടെ ഭാഷ എന്താണ്? നീ ദുഃഖിക്കരുത്, നീ ദുഃഖിക്കാൻ അവകാശമുള്ളവനല്ല എന്ന് പറഞ്ഞിട്ടാണ്. മനസ്സിലായി? നമ്മൾ ആരെങ്കിലും ഭഗവത്ഗീത വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഗുണം എന്താണ്? ദുഃഖിക്കില്ല എന്നുള്ളതാണ്. പറയാൻ എളുപ്പം എന്റെ സ്വാമി, നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇല്ലില്ല. അതാ ഞാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടല്ലേ, നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതിനെ പ്രാവർത്തികമാക്കുക. ഒരു സിമ്പിൾ എക്സാമ്പിള് അല്ലെങ്കിൽ ഒരു സിമ്പിൾ എക്സസൈസ് നമുക്ക് തരാവേ. ഇന്ന് ഞാൻ ഏതൊക്കെ കാര്യത്തിൽ ഇറിറ്റേറ്റഡ് ആയി, ഏതൊക്കെ കാര്യത്തിൽ എനിക്ക് ദുഃഖം ഉണ്ടായി, ഏതൊക്കെ കാര്യത്തിൽ എനിക്ക് ദേഷ്യം ഉണ്ടായി, ഏതൊക്കെ കാര്യത്തിൽ എനിക്ക് ഒരാളോട് അസൂയ തോന്നി, ഏതൊക്കെ കാര്യത്തിൽ എനിക്ക് തൃപ്തി ഇല്ലാതായി എന്ന് എനിക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റുമോ? വേറെ ആർക്കും പറയണ്ട, നിങ്ങളെ തന്നെ ചെയ്യാൻ പറ്റുമോ? ഇതൊന്ന് എഴുതി വെക്കാൻ പറ്റുമോ? നാളെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനോട് കാര്യം വെച്ചാൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് സീരീസ് ഓഫ് എക്സ്പീരിയൻസസ് ആണ്. ഈ എക്സ്പീരിയൻസ് എന്താണ്? സ്ഥിരമായിട്ടുള്ള റിപ്പീറ്റ് എക്സ്പീരിയൻസസ് ആണ്. ഒരു ദിവസം നടന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിൽ വേറെ ദിവസം വേറെ രീതിയിൽ വരുന്നേ ഉള്ളൂ. അപ്പൊ ഇന്ന് വരുന്ന പ്രശ്നങ്ങളെല്ലാം എന്താണ്? നാളെ ഇതേപോലെ അല്ലെങ്കിൽ ഇതേപോലത്തെ രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് അലേർട്ട് ആകാൻ തുടങ്ങിയാൽ നാളെ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്നോട് തന്നെ പറയാം, സുധീറെ ഇറിറ്റേറ്റഡ് ആവല് എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഈ ഒരു അലേർട്ട്നെസ് നമുക്ക് വെക്കാൻ പറ്റുമോ? നമുക്ക് നമ്മളോട് തന്നെ ദുഃഖിക്കാതിരിക്കാൻ പറയാൻ പറ്റുമോ? കേൾക്കുമ്പോ ഭയങ്കര കട്ടിയായിട്ട് തോന്നും. എന്താണ്? അശോചാനന്യശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗദാസൂനഗദാസൂശ നാനുശോചന്തി പണ്ഡിതാഹ എന്നെല്ലാം പറയും. നിത്യതൃപ്തനായിട്ടിരിക്കൂ എന്നല്ല പറയും. ആത്യന്തിക ദുഃഖ നിവൃത്തി ഉണ്ടാക്കൂ എന്നല്ല. എന്താണ്? എന്തൊക്കെ വന്നാലും ഞാൻ ദുഃഖിക്കില്ല. ചിന്മയാനന്ദ സ്വാമിയുടെ ഒരു കൊട്ടേഷൻ ഉണ്ട്. സ്വാമി പറയും, ഡോണ്ട് ബി എ വിക്ടിം ഓഫ് എനി പാസർ ബൈ, refuse to be unhappy. സ്വാമി പറയുന്നതാണ് refuse to be unhappy. ദുഃഖിക്കുക, അത് ഞാൻ അൺഹാപ്പി ആകാൻ ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന്. നമ്മുടെ ആചാര്യന്മാര് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനെ മാത്രം ഉപദേശിച്ചിട്ടുള്ളൂ. പറ്റിപ്പോയ പ്രശ്നം എന്താണെന്നറിയാവോ? ഏതോ ഒരു സമയത്ത് നമുക്ക് ഇതുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോയി എന്നുള്ളതാണ് പ്രശ്നം. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും
പ്രഥമ ദൃഷ്ടി അകൽച്ചയിലായിരുന്നു എന്ന് വേണം കരുതാൻ. എന്നിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. റാഡിക്കലായ ഒരു മാറ്റമല്ല എന്നല്ല ഒരാൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ള ചോദ്യത്തിന് പകരമായിട്ട് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നതിന് അയാൾ ചോദിച്ചപ്പോ ശങ്കരാടി കൊടുത്ത ഉത്തരം കൃത്യമാണ്. പ്രഥമ ദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും ഇവര് തമ്മിലുള്ള അന്തർധാര ഉണ്ടായിരുന്നുകൊണ്ട് അവന്മാര് വോട്ട് മറിച്ചു, നമ്മൾ തോറ്റു. ഉത്തരം കൃത്യമാണ്. പക്ഷെ നമുക്കിത് മനസ്സിലാകാതെ പോയി. അതുകൊണ്ട് നമുക്കത് കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. ഇതേ സംഭവം തന്നെയാണ് അശോചാനൻ ശോചസ്വം സ്വാമി പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇല്ല, ഇവരെന്താ പറഞ്ഞു വെച്ചേക്കുന്നത്? എടാ, എന്ത് തന്നെ സംഭവിച്ചാലും ദുഃഖിക്കാതിരിക്കൂ. അയ്യോ, എന്നെ കൊണ്ട് പറ്റത്തില്ല. എടാ, നിന്നെ കൊണ്ട് പറ്റും. കാര്യം എന്നാണ്? വേറൊന്നിന്റെയും ആവശ്യമില്ലാതെ സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറ്റുന്നവനാണ് നീ. അതാണ് യഥാർത്ഥത്തിൽ നിന്റെ സ്വരൂപം. നീ അത് മനസ്സിലാക്കൂ. ഇത് ആചാര്യന്മാര് കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് നമുക്ക് അവര് ശ്രുതിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യുക്തിയുക്തമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അവര് നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ബാഹുബലിയിൽ ഒരു സീനില്ലേ, ഇങ്ങനെ 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 അമ്പെല്ലാം വരുന്ന കുന്തോ അമ്പൊക്കെ വരുമ്പോ ബാഹുബലി ഇങ്ങനെ നോക്കി അയാളുടെ മേത്ത് കൊള്ളില്ല എന്നാ. അങ്ങനെ ഒരു സീൻ കണ്ടിട്ടില്ല നമ്മൾ? ഇങ്ങനെ ബാഹുബലി നിൽക്കുന്ന കണക്ക്. അതേപോലെ ലോകത്തിലെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും. കാര്യം എന്താ? ഈ പ്രശ്നങ്ങളൊന്നുമല്ല എന്നെ ബാധിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? നിങ്ങളൊക്കെ അവിടെ ഇരുന്ന് എന്നെ ചീത്ത പറഞ്ഞേ. ഞാൻ ഇവിടെ മ്യൂട്ടോൾ എന്ന് പറഞ്ഞ, ഇതിന് മ്യൂട്ടോളില്ലേ, സൂമിലായിരുന്നെങ്കിൽ കാണിച്ചു തരായിരുന്നു. ഇവിടെ നിങ്ങളിപ്പം തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചീത്ത പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ ഞാൻ നിങ്ങളെയൊക്കെ മ്യൂട്ടോൾ ആക്കിന്ന് വെച്ചു സൂമില്. നിങ്ങൾ എന്തൊക്കെ അവിടുന്ന് ചീത്ത പറഞ്ഞാലും ഞാൻ ഇങ്ങനെ ഇരിക്കും, പറ എന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ എനിക്ക് ലോകത്തിനെ നേരിടാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇതാണ് ഭഗവത്ഗീതയുടെ ഉപദേശം. കേൾക്കുമ്പോൾ സംസ്കൃതത്തിലൊക്കെയാണ് ഇത്തിരി കട്ടി കണക്കൊക്കെ തോന്നും. സിമ്പിളായിട്ട് സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞ എന്താ? ദുഃഖിക്കരുത് എന്നുള്ളതാണ്. ദുഃഖിക്കരുത്. ചിന്മയാന സ്വാമിജി ഇതേ ശ്ലോകത്തിന് അദ്ദേഹത്തിന്റെ ഭാഷയില് അദ്ദേഹത്തിന്റെ രീതിക്ക് ഒരു കൊട്ടേഷൻ ആക്കിയിട്ടുണ്ട്. സ്വാമിജി പറയും, to weep is folly and to smile is wisdom. Keep smiling. To weep is folly and to smile is wisdom. Keep smiling. കൊട്ടേഷൻ ആയിട്ട് നമുക്ക് തന്നു. സ്കൂളില് ചിന്മയ വിദ്യാലയത്തിന്റെ എന്താണ് മോട്ടോയാണിത്, കീപ് സ്മൈലിംഗ് എന്നുള്ളത്. അതായത് കൊച്ചു കുട്ടികൾ, LKG പഠിക്കുന്ന കുട്ടികളൊക്കെ പോയിട്ട് മോനെ അശോച്യാനന്യ ശോചസ്തം ഇത് പറയേണ്ട കാര്യമില്ല, മനസ്സിലായി? അല്ലെങ്കിൽ ടു വീപ്പ് ഈസ് ഫോളി ആൻഡ് ടു സ്മൈൽ ഈസ് വിസ്ഡം ഇത് പറഞ്ഞവന് മനസ്സിലാകത്തില്ല. പിന്നെ എന്ത് ചെയ്യും? അവനോട് പറയും കീപ് സ്മൈലിംഗ്, അവനോടെ ചിരിക്കടാന്ന് പറയും. ഞാൻ പുഞ്ചിരിച്ചു തുടങ്ങുമ്പോ, എന്നോട് ബാക്കിയുള്ളവരോട് പുഞ്ചിരിച്ചു തുടങ്ങുമ്പോ, ഉള്ളിൽ നിന്ന് ആ പുഞ്ചിരി വരുന്ന സമയത്ത് ഞാൻ ഭഗവത്ഗീത ജീവിച്ചു തുടങ്ങും. എനിക്ക് ഭഗവത്ഗീത ജീവിക്കാൻ പറ്റുമോ? കാണാൻ പഠിക്കുക മാത്രമല്ല, ആ പഠിച്ച സാധനം എനിക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? ഞാൻ പുഞ്ചിരിച്ചു തുടങ്ങുമ്പോൾ. ഞാൻ ലോകത്തിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ഞാൻ ഭഗവത്ഗീത ജീവിക്കുകയാണ്. ഭഗവത്ഗീതയൊക്കെ കുറെ പഠിച്ചിട്ടുണ്ട്. ഞാനാണ് ഇവിടെ അധികാരി, എല്ലാവർക്കും മേലാവി, എനിക്ക് 18 അധ്യായം 701 ശ്ലോകം അറിയാം, അങ്ങോട്ടും ഞാൻ ചൊല്ലി ഇങ്ങോട്ടും ചൊല്ലും. പക്ഷെ ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ഇങ്ങനെ ഇരിക്കും, ഒരു കണക്കിന് അനങ്ങത്തില്ല, കലിപ്പനാണ്. കലിപ്പനും കലിപ്പന്റെ കാന്താരി എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ ഭഗവത്ഗീത പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഇടി കൊടുക്കേണ്ട സമയത്ത് ഇടിയൊക്കെ കൊടുക്കണം, അത് വേറെ കാര്യം. ചില സമയത്ത് ചൂടാകേണ്ട സമയത്ത് ചൂടാകുകയും വേണം. ഓക്കെ. പക്ഷെ എനിക്ക് ലോകത്തിനെ നോക്കി പുഞ്ചിരിക്കാൻ പറ്റുമോ? ഇതൊരു വലിയ പോയിന്റാ. എന്താ ഭഗവത്ഗീത? എന്തിനാ ഭഗവത്ഗീത നമ്മൾ പഠിക്കുക? അതാണ് നമ്മുടെ വിഷയം. എന്തിനാ പഠിക്കുക? നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണെന്നല്ലാണ് ഞാൻ പറഞ്ഞു വെച്ചത്. പക്ഷെ സത്യം പറഞ്ഞ് എന്തിനാ പഠിക്കുക എന്നറിയാവോ? ഈ ലോകത്തിനെ നോക്കി പുഞ്ചിരിക്കാനാണ് നമ്മൾ പഠിക്കുക. എന്ത് തന്നെ ഉണ്ടായാലും ആലോചിക്ക്, പുഞ്ചിരിച്ചുകൊണ്ട്. ഇപ്പൊ ഇവര് പോസിറ്റീവ് ലിവിങ്, പിന്നെ കുറെ ഹാപ്പി ലിവിങ്, അങ്ങനെ കുറെ പരിപാടികളൊക്കെ. ഇതൊക്കെ 5000 വർഷം മുമ്പേ നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞു വിട്ട സാധനമാണെന്ന്. ബ്ലിസ്ഫുൾ ലിവിങ് എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ? ഇതാണ്. രാവിലെ നിങ്ങൾ എഴുന്നേൽക്കൂ, ഉയർന്നു വരുന്ന സൂര്യനെ നോക്കി പുഞ്ചിരിക്കൂ, നിങ്ങളുടെ ജീവിതവും അത് കണക്ക് പ്രകാശപൂരിതമാകട്ടെ.
കാപ്പിക്ക് മധുരമില്ല എങ്കിലും പുഞ്ചിരി. ഇതാണെന്ന് വേറെ രീതിയിൽ പറഞ്ഞു വെച്ചത്. ഇതിപ്പം നമ്മൾ 5000 രൂപ എടുത്തിട്ട് മറ്റേ AC റൂമിലിരുന്ന് പഠിച്ചാലും നമ്മുടെ തലയെ കയറത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? ലൈഫ് മാനേജ്മെന്റ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പഠിപ്പിക്കുന്ന ഇതേ കാര്യമാണ്. എന്താണ്? റെഫ്യൂസ് ടു ബി അൺഹാപ്പി. റെഫ്യൂസ് ടു ബി അൺഹാപ്പി. To weep is folly and to smile is wisdom. Keep smiling. ഭഗവത്ഗീത എന്തിനാ പഠിക്കുക? പുഞ്ചിരിക്കാനാണ് പഠിക്കുക. ഈ ക്ലാസ് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ പുഞ്ചിരിക്കുവോ? ഭഗവാനെ വേണമെന്നാണ്. മനസ്സിലായാല്? വേറെ ആൾക്കാരെ നോക്കി കളിയാക്കി ചിരിക്കാനല്ലേ പറഞ്ഞേ? പുഞ്ചിരിക്കാൻ. ഇനിയോ വേറൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. അതായത് നമ്മളെല്ലാരും എന്തിനാ ജീവിക്കുന്നത്? ടടായ്, അത് സ്വാമി നമ്മൾ സന്തോഷത്തിനാണെന്ന് പറഞ്ഞല്ലോ. ഇതറിയാത്ത ആൾക്കാർക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? നമ്മൾ എല്ലാവരോടും സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് ആ കാര്യം? നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ ഉയരുക എന്നുള്ള അവസ്ഥയിലേക്കാണ്. എന്തിനാണ് നമ്മൾ ജീവിക്കേണ്ടത്? നമ്മൾ ഇപ്പോഴും ഇതാണ് എൻ്റെ അവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ ഉയരണം. കുറച്ചും കൂടെ അല്ല, കുറച്ചും കൂടെ നല്ല രീതിയിൽ ഉയരണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അല്ലാതെ ഈ അവസ്ഥ ഇതിൽ നിന്ന് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ജീവിക്കാറുണ്ടോ? ഇല്ല. ആചാര്യന്മാർ ഇതിനെ പറയുന്നത് പരിവർത്തനം എന്നാണ്. എന്താണ് പരിവർത്തനം? അതായത് ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ നിൽക്കുന്നു, ഈ അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി ഉയരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഇതിന് പരിവർത്തനം, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഭഗവത്ഗീത എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ ഓരോരുത്തരുടെയും പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വിഷയം കണ്ടായിരുന്നു. എന്തായിരുന്നു വിഷയം? പാർത്ഥന്, അതായത് നമ്മൾ ഓരോരുത്തരും പാർത്ഥന്മാരാണ്, നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ മക്കളാണ്. ഈ മക്കൾക്ക് ഭഗവാൻ നേരിട്ട് ഉപദേശിച്ചതാണ് ഭഗവത്ഗീത. എന്തിനാ ഭഗവാൻ ഉപദേശിച്ചേ? വെറുതെ ഒരു രസത്തിനങ്ങ് ഉപദേശിച്ചാണോ? അല്ലല്ല. പിന്നെന്താണ്? നമ്മളെ ഓരോരുത്തരെയും ഈ ഒരു അവസ്ഥയിൽ നിന്ന് അതിനേക്കാൾ ഉയർന്ന അവസ്ഥയിലേക്ക് ഉയർത്താനാണ് ഭഗവത്ഗീത ഉപദേശിച്ചത്. ഓക്കെ, ഈ ഒരു പോയിന്റോടുകൂടി നമ്മൾ നിർത്തും. എന്താണ് പോയിന്റ്? ഈ ട്രാൻസ്ഫോർമേഷന് എങ്ങനെയാണ് ഭഗവത്ഗീത സഹായിക്കുക? ട്രാൻസ്ഫോർമേഷന്റെ ഫസ്റ്റ് റൂള്, എനിക്ക് പരിവർത്തനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ റൂൾ എന്താണെന്ന് അറിയാവോ? ആദ്യത്തെ റൂള് ഞാൻ തന്നെ മാറണം എന്നുള്ളതാണ്. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാറില്ല, നിങ്ങളെ മാറത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് റൂൾ എന്താണ്? എന്റെ മാറ്റത്തിൽ ഞാനാണ് ഉത്തരവാദി. ഡെലിബറേറ്റ് ആയിട്ടുള്ള മാറ്റമായിരിക്കണം. മനഃപൂർവ്വമായിട്ട് ഞാൻ മാറണം എന്ന് വിചാരിക്കണം. അതുമാത്രമല്ല, ബുദ്ധിപൂർവമായിട്ടുള്ള മാറ്റമായിരിക്കണം. പൊട്ടത്തരത്തിൽ കാണിക്കില്ല. പിന്നെയോ ബുദ്ധിപൂർവമായിട്ടുള്ള, മനഃപൂർവമായിട്ട് ഞാൻ തന്നെ മാറുന്നതിനെയാണ് പരിവർത്തനം എന്ന് പറയാം. ഈ പരിവർത്തനത്തിന് 2 ഭാഗങ്ങളുണ്ട്, 2 തലങ്ങൾ. എന്തൊക്കെയാ 2 തലങ്ങള്? ഒന്ന് ആക്ഷൻ, കർമ്മം എന്ന് പറയുന്ന ഒരു തലം. കാര്യം ഞാൻ മാറണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പം ആ ഒരു തലമുണ്ട്. എന്താണ് ആ തലം? മാറ്റത്തിൻ്റെതായിട്ടുള്ള, അത് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു കർമ്മം, ഞാൻ ചെയ്യുന്ന കർമ്മം. അപ്പൊ ഞാൻ മാറണമെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ ചെയ്യണം. അതേപോലെ തന്നെ ചിന്താഗതി, എൻ്റെ വിഷൻ, ഈ വിഷനും കൃത്യമായിരിക്കണം. ആക്ച്വലി എൻ്റെ റൈറ്റ് ആക്ഷൻ പ്ലസ് റൈറ്റ് വിഷൻ ആണ് എന്നെ ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിക്കുക. റൈറ്റ് ആക്ഷൻ പ്ലസ് റൈറ്റ് വിഷൻ, കൃത്യമായിട്ടുള്ള കർമ്മം, കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് എൻ്റെ പരിവർത്തനം ഉണ്ടാകുക. പ്രശ്നം എന്താന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് വ്യക്തമായിട്ടുള്ള വിഷൻ ഉണ്ടാവും, പക്ഷെ അവരതിനു വേണ്ടിയിട്ട് പണിയെടുക്കത്തില്ല. അതായത് വിഷൻ ഉണ്ട് മൈനസ് ആക്ഷൻ. വിഷൻ ഉണ്ട് പക്ഷെ മൈനസ് ആക്ഷൻ. അതെന്താണ്? അത് ഇമാജിനേഷൻ ആയിപ്പോയി.
അങ്ങനെയാണ് നമ്മുടെ എല്ലാവരും ജീവിതം. പല ആൾക്കാരും ഭയങ്കര കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, പുഞ്ചിരിക്കൂ പരസ്പരം എന്നെല്ലാം നമ്മൾ പറയും എന്ന് പറഞ്ഞ കണക്ക്. ഓക്കെ, ദുഃഖിക്കരുത് എന്നുള്ള വിഷനൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ പ്രാവർത്തികമാക്കൂല. ധോ എന്ന് പറഞ്ഞ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ എനിക്ക് വയ്യ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ആഹാരം ഉണ്ടാക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ല. അപ്പം വിഷൻ ചില ആൾക്കാർക്കുണ്ട്, ആക്ഷൻ ഇല്ല എങ്കിൽ അത് ഇമാജിനേഷന്റെ തലത്തിൽ നിൽക്കും. ഇനിയോ വേറെ ചില ആൾക്കാർ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് ആക്ഷൻ ഉണ്ട് ആവശ്യത്തിൽ കൂടുതൽ, പക്ഷെ ശരിയായ കാഴ്ചപ്പാടില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ അത് കൺഫ്യൂഷൻ ആണ് എന്നാ കാര്യം. യഥാർത്ഥത്തിലുള്ള വിഷൻ ഇല്ല, ആക്ഷൻ മാത്രമുണ്ട്. അപ്പൊ ആക്ഷൻ മൈനസ് വിഷൻ ഇല്ലാത്ത ആക്ഷൻ എന്താണ്? അത് കൺഫ്യൂഷനിലേക്ക് നയിക്കുന്നു. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ഒരാളുടെ പരിവർത്തനം എങ്ങനെയാണ് സാധിക്കുക? പരിവർത്തനം സാധിക്കുക പ്രോപ്പറായിട്ടുള്ള വിഷനും പ്രോപ്പറായിട്ടുള്ള ആക്ഷനും. ഭഗവത്ഗീത നമ്മുടെ മുമ്പിലേക്ക് എന്താ വെച്ച് തരിക എന്നറിയാവോ? എന്താണ് എനിക്ക് വേണ്ട വിഷൻ, എൻ്റെ റൈറ്റ് വിഷനെ ഭഗവത്ഗീത എൻ്റെ മുമ്പിലേക്ക് വെച്ച് തരും. അതേപോലെ ഞാൻ എങ്ങനെ കർമ്മങ്ങൾ ചെയ്യണം, എന്തായിരിക്കണം എൻ്റെ റൈറ്റ് ആക്ഷൻ എന്നുള്ളത്, ഏത് ആറ്റിറ്റ്യൂഡിൽ ഞാൻ ചെയ്യണം എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ഭഗവത്ഗീത എൻ്റെ മുന്നിലേക്ക് വെച്ചിരും. അപ്പം ഈ റൈറ്റ് ആക്ഷൻ പ്ലസ് റൈറ്റ് വിഷൻ ചേരുന്ന സമയത്ത് ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനം ഉണ്ടാകും. എന്തിനാ ഭഗവത്ഗീത? മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്, സന്തോഷത്തോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, തൃപ്തിയോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, ദുഃഖിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ്, പുഞ്ചിരിക്കാൻ പറയാണ്. ഇതൊക്കെ ആണെങ്കിൽ കൂടെയും എന്താ ഭഗവത്ഗീത ടെക്നിക്കലി പറഞ്ഞാൽ റൈറ്റ് ആക്ഷനും റൈറ്റ് വിഷനെയും നമുക്ക് കാണിച്ചു തന്ന് നമ്മുടെ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുകയാണ് ഭഗവത്ഗീത ചെയ്യുക. ഓക്കെ, എന്താ ഭഗവത്ഗീത ചെയ്യുക? ഇതാണ് ഭഗവത്ഗീത. ഓക്കെ, ശരി. എന്നിട്ടോ ഇനി എന്താ ഭഗവത്ഗീതയിലെ വിഷയങ്ങള് നമുക്കിനി അടുത്ത ആഴ്ച കാണാം. ശരി, ഓക്കെ. എല്ലാവരും കണ്ണടച്ച് നിവർന്നിരിക്കാം. ഒരു പ്രാവശ്യം ഓംകാരം ചൊല്ലി ശാന്തി മന്ത്രം. ഓ പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.